ആ സന്ദർഭത്തിൽ കാണുവാൻ കഴിയുന്നത് കഴിഞ്ഞ നാളുകളിൽ ഒരു പ്രിയപ്പെട്ടവൻ, അതായത് ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചു, നല്ല ഉദ്യോഗമുള്ളവനാണ്, ബർക്കലായിട്ട് ജോലി ലഭിച്ച ആ മനുഷ്യൻ അത് സമ്പത്തോടെ ആ വന്ന പെൺകുട്ടിയെ വളരെ പീഡിപ്പിക്കുകയും പിന്നത്തതിൽ ആ പെൺകുട്ടിയെ കൊല്ലുന്ന അനുഭവത്തിലേക്കും ആയി. മാതാപിതാക്കൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. മാധ്യമങ്ങളിൽ മീഡിയയിലൂടെ കുറച്ചു ദിവസം വാർത്ത നിൽക്കും, ആ നഷ്ടപ്പെട്ട മാതാവിനും പിതാവിനും ആ പെൺകുട്ടിയെ തിരിച്ചു കിട്ടുമോ, കൊലപാതകം ചെയ്യുമ്പോൾ കുറെ കാലം കഴിയുമ്പോൾ ഒന്നേ അത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഒരു അനുഭവമുണ്ട്. അവന്റെ കാലാവധി കഴിയപ്പെടുമ്പോൾ അല്ലെങ്കിൽ അത് ഇങ്ങനെ കാണുവാൻ കഴിയുന്ന ഒരനുഭവമാണ്. പ്രിയമുള്ളവരെ, മദ്യത്തിനും ലഹരി പദാർത്ഥത്തിനും മനുഷ്യൻ ദൈവാഗ്രഹത്തിനകത്ത് വീണുപോകപ്പെടുമ്പോഴാണ് കൊലപാതകങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതെന്നുള്ള കാര്യം നാം മറന്നുപോകരുത്. വിശുദ്ധ വേദപുസ്തകം നോക്കുമ്പോൾ നിഷ്കണ്ഠകന്മാർ, അതായത് ഒടുവിലത്തെ നാളുകൾ, അതിന്റെ അർത്ഥം കൊലപാതകന്മാർ, ക്രൂരന്മാർ, അതായത് അത് അവരുടേതായ പരസ്പരം മനുഷ്യനെ വെട്ടിവീഴ്ത്തിയാലും മുറിവേൽപ്പിച്ചാലും അവരെ കൊന്നാല് അവന്റേതായ കൺമുമ്പിൽ കുറ്റബോധമില്ലാത്ത ഒരു അനുഭവമാണ്. അതായത് ചില മനുഷ്യർ ശരീരത്തിനകത്ത് ബോംബുകൾ കെട്ടിവെച്ചിട്ട് വന്ന് അതായത് ചില പട്ടണങ്ങളിൽ ചില വ്യക്തികളെ ഒന്നുകൂടെ നശിപ്പിക്കും, അവരെ നശിച്ച് ഇവരെ നശിപ്പിക്കുന്നത് പോലെയുള്ള നിഷ്കണ്ഠകന്മാരുടെ ഒരു കാലഘട്ടത്തിലാണ്. അതിന്റെ അർത്ഥം ക്രൂരന്മാർ, കൊലപാതകന്മാർ അതെ എന്ന് പറയപ്പെടുന്ന ഒരു കൂട്ടം എഴുന്നേറ്റുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അതൊരു കുടുംബത്തിനകത്തുനിന്ന് തന്നെ ആ ഒരു നിഷ്കണ്ഠകൻ അല്ലെ ക്രൂരന്റെ ഒരു പ്രത്യേകത ഈ കാലഘട്ടങ്ങളിൽ അത് വളരെ സ്നേഹത്തോടും വാത്സല്യത്തോടും പഠിപ്പിക്കുന്ന മക്കളെ പഠിപ്പിക്കുന്ന മാതാപിതാക്കൾക്ക് ആ മക്കളിൽ തന്നെ ഒരു പ്രത്യേക അനുഭവങ്ങൾ നമ്മുടെ കേരളത്തിനകത്ത് കഴിഞ്ഞ നാളുകൾ കണ്ടിട്ടുള്ളതാണ്. അല്ലെ, ആ മകൻ അപ്പനെയും അമ്മയും ഒക്കെ അടിച്ചു കൊന്ന് സൈക്കോയായിട്ട് ആരോടും പ്രതിവാദമില്ലാത്ത അനുഭവത്തോടെ എത്രയിടങ്ങളിൽ അതെ വസ്തുവിന് വേണ്ടി ഇന്നത്തെ കാലഘട്ടങ്ങളിൽ കുഞ്ഞുങ്ങൾ വളരുമ്പോൾ പെൺമക്കളാകട്ടെ ആൺമക്കളാകട്ടെ പ്രത്യേകിച്ച് അപ്പനമ്മയും അത് വിദ്യാഭ്യാസം കൊടുക്കുന്നതോടൊപ്പം വേറൊരു കാര്യം ചെയ്യുന്നു. അവിടെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത്? കരോട്ട പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നു. കഴിഞ്ഞ നാളുകളിൽ ഒരു പിതാവിന് തന്റെ മകൻ എന്ത് ചെയ്തു? കരോട്ട പഠിച്ച ആ വാർദ്ധക്യമായിരിക്കുന്ന വസ്തു എഴുതി കൊടുക്കുവാൻ അത് ആ അമ്മയുടെയും മറ്റ് സഹോദരങ്ങളുടെയും മക്കളുടെയും മുൻപിൽ വെച്ച് ആ കരോട്ട പഠിച്ച് പ്രായപൂർത്തിയായ ആ മനുഷ്യൻ ചെയ്തത് അപ്പനെ ആ ചവിട്ടുകയും അത് ഇടിക്കുന്ന സമയത്ത് തന്നെ ബ്ലഡ് തുപ്പുകയും അത് തൽക്ഷണം തന്നെ ആ പ്രിയപ്പെട്ട പിതാവ് ലോകത്തു നിന്ന് മാറ്റപ്പെടുന്ന ഒരനുഭവം. ഇത് പറയുവാൻ കാരണം അതെ മാതാപിതാക്കൾ നല്ലത് എന്ന് പറഞ്ഞ് ചെയ്യുന്നത് അവർക്ക് തന്നെ വിലയായിട്ട് മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് വന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, മക്കളെ കുറിച്ച് എന്തെങ്കിലും സമാധാനമുണ്ടോ? പണ്ടത്തെ കാലങ്ങളിൽ 8-10 മക്കൾ മാതാപിതാക്കൾക്കുണ്ട്. ആ മക്കൾക്കും അപ്പനും അമ്മയ്ക്ക് സമാധാനമുണ്ട്. ഇന്ന് എത്രയാണുള്ളത്? ഒരു മകനോ അല്ലെങ്കിൽ ഒരു മകളോ അല്ലെങ്കിൽ 2 കുഞ്ഞുങ്ങൾ ഏറെ കാണും. 2 ആൺമക്കളോ അല്ലെങ്കിൽ ഒരാണോ ഒരു പെണ്ണോ അല്ലെങ്കിൽ 2 പെൺമക്കളോ ഉണ്ടായിരിക്കും. അവർ തമ്മിൽ എന്തെങ്കിലും ഒരു ഐക്യതയുണ്ടോ? ഒരു കുടുംബസ്ഥരായി കഴിഞ്ഞാൽ, ഒരു ജീവിതത്തിൽ കഴിഞ്ഞാൽ ലോക ശത്രുക്കളായിട്ട് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ഒരു നിലവാരത്തിലാണ് അവർ എത്തിച്ചേരുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് സമാധാനമില്ല, സമ്പത്തുണ്ട്, എല്ലാവിധ മാന്യതയും ബഹുമാനവും ഉണ്ട്. പക്ഷേ അത് അനുഭവിക്കുവാൻ കഴിയാത്ത ഒരു ലക്ഷ്യത്തിലേക്കാണ് ഈ കാലഘട്ടം പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് സമ്പത്തുണ്ടെങ്കിലും നിമിഷങ്ങൾ കൊണ്ട് ഒരു ചൂതാട്ടം പോലെയാണ്. ഒരുവന്റെ ധനം കയ്യിലിരിക്കുന്നത് ആ ചൂതാട്ടത്തിലൂടെ നഷ്ടപ്പെടുന്നത് പോലെയാണ്. പെട്ടെന്ന് മിനിറ്റുകൾ കൊണ്ട് ഒരുവന്റെ സമ്പത്ത് മുഴുവൻ നഷ്ടമായി പോകുന്ന അനുഭവം കാണുവാൻ കഴിയുന്നു. നോക്കുക, ഇന്ന് ടിവികളിലൂടെ നോക്കുമ്പോൾ അതായത് ചാരിറ്റി പ്രവർത്തകർ, അതായത് ജനത്തെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ചേക്കുന്ന ഒരു കൂട്ടർ. പണ്ട് കാലങ്ങളിൽ വളരെ സമ്പന്നരായ കുടുംബങ്ങളിൽ ആരെങ്കിലും അതെ അവരുടെ മുമ്പിൽ ഉണ്ടാകുന്നവരെ സഹായിക്കുവാൻ വേണ്ടി ഇറങ്ങി. ഇന്ന് ഇതിനു വേണ്ടിയിട്ട് ചാരിറ്റി പ്രവർത്തനങ്ങളായിട്ട് ഒരു കൂട്ടർ ഇറങ്ങിയിരിക്കുന്നു. എന്താണ് അതിൻ്റെതായ കാര്യം? മറ്റുള്ളവരെ സഹായിക്കുക. അതായത് ആ ദാരിദ്ര്യതയോടെയും കഷ്ടതയോടെയും ഒരു നാൾ ഉയർച്ചയും നമ്മയും അനുഗ്രഹവും പ്രാപിച്ചിരുന്ന കുടുംബങ്ങൾ തന്നെ ശോഷിച്ച് തകർന്നുപോയ ഏതിനാൽ മദ്യത്താൽ ലഹരി പദാർത്ഥത്താൽ ഈ
ലോകത്തിന്റെ ഇമ്പങ്ങളിൽ അകപ്പെട്ട് സകലനും ചതിയിലൂടെ അകപ്പെട്ടു പോയിട്ട് അവരുടെ തലമുറകൾ അതേ സമ്പത്തിന് വേണ്ടിയിട്ട് അവരുടെ തലമുറകൾ വിദ്യാഭ്യാസ സഹായത്തിന് വേണ്ടിയിട്ട് അതേ അപേക്ഷകൾ അല്ലെങ്കിൽ അഭ്യർത്ഥനകൾ നടത്തുന്ന ഒരു കാലഘട്ടത്തിൽ വന്നിരിക്കുന്നു. മനസ്സിലാക്കണം, എന്തെങ്കിലും ഒരു കാര്യം ഇതിനകത്തുണ്ടോ? പ്രിയമുള്ളവരെ, ഒന്നേ പറയുവാനുള്ളൂ. ഏത് ഗ്രന്ഥത്തിനകത്ത് നോക്കിയാലും അതിനകത്ത് കാണുവാൻ കഴിയുന്നത് സത്യത്തിന് വേണ്ടിയിട്ട് നിൽക്കണം. അതായത് പ്രകാശം അതെ അനുഭവിക്കുന്ന ഒരു മനുഷ്യനായിട്ട് മാറണം. എവിടെയാണ് പ്രകാശം ലഭിക്കേണ്ടത്? ഒരു മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് പൂർണ്ണമായ ഒരു സന്തോഷം ഉണ്ടാകപ്പെടുമ്പോൾ ആ സന്തോഷത്തിന്റെ പൂർത്തീകരണം മനോഹരത്വം കാണുവാൻ കഴിയുന്നത് ഒരമ്മയുടെ, ഒരപ്പന്റെ, ഒരു മകന്റെ, മകളുടെ മുഖത്ത് നോക്കുമ്പോൾ അവിടെ പ്രസന്നതയോടെ കളങ്കമില്ലാത്ത നിഷ്കളങ്ക ഹൃദയത്തോടെ ഇരിക്കുന്ന ഒരു വ്യക്തിയെ കാണുവാൻ കഴിയുന്നു. ആ വ്യക്തിയുടെ ജീവിതത്തിലാണ് അവന്റെ ഹൃദയത്തിനകത്ത് സർവശക്തനായ ആ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായിരിക്കുന്ന ആ ദൈവത്തിന്റെ സാന്നിധ്യം അറിയപ്പെട്ട ഒരുവന്റെ ഹൃദയത്തിനകത്ത് സന്തോഷമുണ്ടാകുമ്പോൾ അവന്റെ മുഖം അത് കാണിക്കപ്പെടുന്നതായി കാണാൻ കഴിയും. അല്ലെങ്കിൽ നീ എന്താണ് വിഷാദിക്കുന്നത്? ആമേ, അവിടെ എന്താണ് നീ ഇങ്ങനെ നിൽക്കുന്നത്? എന്താണ് നിനക്ക് ഭാരം? എന്താണ് പ്രയാസം എന്ന് ചോദിക്കുന്ന അനുഭവം. പ്രിയമുള്ളവരെ, ഈ വേനലാണ്ട് അത് കഠിനമായി കൊണ്ടിരിക്കുന്നു. വൈദ്യുതികളുടെ ഒട്ടനവധി സിസ്റ്റാമിറ്റങ്ങൾ മനുഷ്യന് ആവശ്യമാണ്.